ഡോക്ടർ അജയൻ ജെയിംസ് ഡ്രീം സക്സസ് മാനിഫെസ്റ്റേഷൻ ഹബ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഫ്ലുവൻസി യൂസിംഗ് മൈൻപതി സീക്രട്സ് എന്ന ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇംഗ്ലീഷ് ഫ്ലുവൻസി യൂസിംഗ് മൈൻപതി സീക്രട്സ് എന്ന പ്രോഗ്രാം മലയാളികൾക്ക് വേണ്ടി മലയാളിയായ ട്രെയിനർ ഡെവലപ്പ് ചെയ്ത ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഒരു ഈസ്, ആം, ആർ, അതേപോലെ വാസ്, വെയർ, വിൽ ബി തുടങ്ങിയ പദങ്ങൾ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 3 ടെൻസിലും എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് പഠിക്കാം. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എസ് ഒന്ന് ടൈപ്പ് ചെയ്യുകയോ ചെയ്യാമോ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഈസ് അഥവാ ആം, ദെൻ അതേപോലെ തന്നെ ആർ, then was, then where, then will be. ഇങ്ങനെ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് സ്പീച്ചിൽ 3 കാലങ്ങളിലൂടെയാണ് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പൊ ഇവിടെ ഈസ്, ആം, ആർ എന്ന് പറയുന്ന ഈ 3 പദങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിനെ നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. പ്രസന്റ് ടെൻസ്. ഈസ്, ആം, ആർ തുടങ്ങിയ വാക്കുകളുടെ അർത്ഥം ആകുന്നു അഥവാ ആണ്. അപ്പൊ ആണ് അഥവാ ആകുന്നു എന്നാണ് ഈ വേർഡുകളുടെ എല്ലാം അർത്ഥം. നമുക്ക് മലയാളത്തിൽ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇംഗ്ലീഷിൽ അതിന് വ്യത്യസ്തമായ പദങ്ങളുണ്ട്. പക്ഷെ മലയാളത്തിൽ ഒറ്റ പദമേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ സെന്റൻസ് ചെയ്ത് അല്ലെങ്കിൽ സെന്റൻസ് രൂപപ്പെടുത്തി എങ്ങനെ നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. ഇപ്പോ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ 3 ഫോർമാറ്റിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ലെസൺസുകളെല്ലാം വാച്ച് ചെയ്യാം. അതിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇപ്പൊ ഞാനൊരു സെന്റൻസ് എടുക്കുകയാണ്: അവൻ സന്തോഷവാനാണ്. അവൻ സന്തോഷവാനാണ് എന്ന് പറയാം. അപ്പൊ അവൻ സന്തോഷവാനാണ് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹി ഈസ് ഹാപ്പി. ഹി ഈസ് ഹാപ്പി. അവൻ സന്തോഷവാനാണ്. ഹി ഈസ് ഹാപ്പി. അപ്പൊ ഈ ഹി ഈസ് ഹാപ്പി എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് മൈൻപതി പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക്
വ്യത്യസ്തമായ 3 സെന്റൻസുകൾ കൂടെ രൂപപ്പെടുത്താം. ഈ നമുക്ക് പറഞ്ഞിരിക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ ഹി ഈസ് ഹാപ്പി എന്ന് പറയുന്നത് ഇതിന് നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് ഉണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹി ഈസ് നോട്ട് ഹാപ്പി. അപ്പൊ ഹി ഈസ് ഹാപ്പി, അവൻ സന്തോഷവാനാണ്. ഹി ഈസ് നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷവാനല്ല. അപ്പൊ ആദ്യത്തത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ നേരെ റിവേഴ്സ് ആണ് സെക്കൻഡ്, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഹി ഈസ് നോട്ട് ഹാപ്പി. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ 2 ചോദ്യങ്ങൾ കൂടെ നിർമ്മിക്കാം. ഹി ഈസ് ഹാപ്പി എന്നതിനെ നമുക്ക് ചോദ്യ രൂപത്തിലേക്ക് മാറ്റുമ്പം ഈസ് ഹി ഹാപ്പി, അവൻ സന്തോഷവാനാണോ, അവിടെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ രൂപപ്പെടുകയാണ്. അവിടെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് രൂപപ്പെടുന്നത്. ഇനി ഇത് നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പേരിൽ റിഫ്ലക്ട് ചെയ്യാം. ഇനി ഹി ഈസ് നോട്ട് ഹാപ്പി എന്നതിന് ഈസിന്റ് ഹി ഹാപ്പി, ഈസിന്റ് ഹി ഹാപ്പി, അതായത് ഇതിന് നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഈസ് ഹി ഹാപ്പി. അതേസമയം ഈസിന്റ് ഹി ഹാപ്പി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹി ഈസ് ഹാപ്പി, അവൻ സന്തോഷവാനാണ്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് ഹി ഈസ് നോട്ട് ഹാപ്പി, അവൻ സന്തോഷവാനല്ല എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സെന്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അവൻ സന്തോഷവാനല്ല. ഇത് നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇനി ഈസ് ഹി ഹാപ്പി, അവൻ സന്തോഷവാനാണോ, അവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് രൂപപ്പെടുത്തുന്നത്. എന്നാൽ രണ്ടാമത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഈസിന്റ് ഹി ഹാപ്പി, അവൻ സന്തോഷവാനല്ലേ. അപ്പൊ ആണ്, അല്ല, ആണോ, അല്ലേ, ഇങ്ങനെ ഓരോ സെന്റൻസിലും നമുക്ക് 4 പാറ്റേൺസും യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പല സെന്റൻസുകളും ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഹി, ഷീ, ഇറ്റ്, നെയിം തുടങ്ങിയ സിംഗുലേഴ്സുകളിലെല്ലാം ഈസും ഐ വരുന്ന സ്ഥാനത്ത് ആമും അതേപോലെ യു, ദേ, വി തുടങ്ങിയ പ്ലൂറൽസുകളോടൊപ്പം ആറുമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ നിയമം എന്ന് പറയുന്നത്. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. അവിടെ ഐ വരുമ്പോഴേക്കും നമുക്ക് ആം ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഐയുടെ സ്ഥാനത്ത് ഹി, ഷീ, ഇറ്റ്, ഇനി ആരുടെങ്കിലും പേര് നെയ്മോ വന്നാൽ അവിടെ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഐയുടെ സ്ഥാനത്ത് യു, ദേ, വി തുടങ്ങിയ പ്ലൂറൽ സബ്ജക്ട്സുകളാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ആർ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദേ ആർ ഹാപ്പി. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ദേ ആർ ഹാപ്പി എന്ന് പറഞ്ഞാൽ അവർ സന്തോഷവാനാണ്. ഇതിനെ നമുക്ക് നമ്മുടെ 4 പാറ്റേൺ അനുസരിച്ച് എന്ത് പറയാം, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് എന്താണ്, അവർ സന്തോഷവാന്മാരല്ല, അവർ സന്തോഷവാന്മാരാണ് എന്നതാണ് ദേ ആർ ഹാപ്പി. അവർ സന്തുഷ്ടരാണ്, അവർ സന്തോഷവാന്മാരാണ്. ഇനി അതേസമയം ദേ ആർ നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ അവർ സന്തോഷവാന്മാരല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ രൂപപ്പെടുന്നത്. അവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് രൂപപ്പെടുകയാണ്. ഇനി അതേപോലെ തന്നെ നമ്മളിവിടെ ഈ സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം ഈ പറയുന്ന ഫോർമാറ്റുകൾ യൂസ് ചെയ്യാം. അപ്പൊ ദേ ആർ ഹാപ്പി, അവർ സന്തോഷവാന്മാരാണ് അല്ലെങ്കിൽ അവർ സന്തുഷ്ടരാണ്.
ദേ ആർ നോട്ട് ഹാപ്പി, അവർ സന്തോഷവാന്മാര് അല്ല. അപ്പൊ ആദ്യത്തത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ രൂപപ്പെടുത്താം? ഈ കിടക്കുന്ന ആർ എന്ന് പറയുന്ന പദത്തിന് ആദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. ആർ ദേ ഹാപ്പി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉടലെടുക്കുകയാണ്. ഇത് നമ്മുടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന കാറ്റഗറി പറയും. അവർ സന്തോഷവാന്മാരാണോ? ആർ ദേ ഹാപ്പി? അവർ സന്തുഷ്ടരാണോ? അവർ സന്തോഷവാന്മാരാണോ? അല്ലെങ്കിൽ അവർ സന്തുഷ്ടര് ആണോ? അതാണ് ആർ ദേ ഹാപ്പി. ഇനി അതേപോലെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യനും നമുക്ക് ഇതിനകത്തും തന്നെ ഫ്രെയിം ചെയ്യാം. ആറിൻ്റെ ദേ ഹാപ്പി എന്ന് പറയുമ്പോഴേക്കും അവർ സന്തോഷവാന്മാരല്ലേ എന്ന് പറയുമ്പോഴേ അവിടെ ഒരു ക്വസ്റ്റ്യൻ രൂപപ്പെടുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഈ 4 പാറ്റേൺസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് രൂപപ്പെടുന്നത്? എങ്ങനെയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് രൂപപ്പെടുന്നത്? എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ രൂപപ്പെടുത്താം? അതേപോലെ തന്നെ എങ്ങനെ നമുക്കൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ രൂപപ്പെടുത്താം? അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈസ്, ആം, ആർ തുടങ്ങിയ 3 ഓക്സിലറീസുകളാണ് നമ്മളിവിടെ കവർ ചെയ്തത്. അപ്പൊ ഈസ്, ആം എന്നതിന് ആകുന്നു അഥവാ ആണ് എന്നാണ് അർത്ഥം. ആകുന്നു അഥവാ ആണ്, ഇതാണ് അതിന്റെ അർത്ഥം. ഇനി ആർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം മീനിങ്, നോ ഡിഫറൻസ്. സെയിം മീനിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിലായാലും ശരി, ഇംഗ്ലീഷില് നമ്മൾ ഈസ്, ആം, ആർ ഈ 3 പദത്തിനും മലയാളത്തിലെ അർത്ഥം എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ്. ഇതാണ് അവരുടെ മീനിങ്. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഇത് നമ്മൾ പ്രസന്റിന്റെ കേസാണ് നോക്കിയത്. ഇനി ഇതിന്റെ പാസ്റ്റ് ടെൻസിലേക്ക് നമുക്ക് കടക്കാം. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോഴേക്കും വാസ്, അതായത് ആയിരുന്നു എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ വയർ, സെയിം. അവിടെയും മീനിങ് എന്ത് തന്നെയാണ്? ആയിരുന്നു. There is no difference. That's the point. There is no difference. മലയാളം ആയിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷില് വാസും വരാം, വയറും വരാം. ഇനി നമുക്ക് നോക്കാം വാസ് എവിടെ വരും, വെയർ എവിടെ വരും. ഇവിടെ ഹി, അതുപോലെ ഷീ, ഇറ്റ്, നെയിം, അതായത് ഹി, ഷീ, ഇറ്റ്, ഒരാളുടെ പേര് തുടങ്ങിയ സിംഗുലേഴ്സുകളിലെല്ലാം ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസ് ഉപയോഗിക്കുന്നു. Then I, you, they, we തുടങ്ങിയ പ്ലൂറൽസുകളോടൊപ്പം വെയർ യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, ഈ ഐയും യുവും ഒക്കെ പ്ലൂറൽസ് ആണോ എന്ന് ചോദിക്കാം. എന്നാൽ അത് പ്ലൂറൽസ് അല്ല, പക്ഷേ ഫസ്റ്റ് പേഴ്സൺ കാറ്റഗറിയിൽ വരും. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ തുടങ്ങിയ കാറ്റഗറിയിൽ ഇത് വരും. തൽക്കാലം അത് അവിടെ നിന്നോട്ടെ. നമുക്കിപ്പോ ഇങ്ങനെ 2 റൂൾസ് പഠിക്കാം. ഒന്ന് സിംഗുലേഴ്സ് എന്നും മറ്റൊന്ന് പ്ലൂറൽസ്. അപ്പൊ ഹി, ഷീ, ഇറ്റ്, നെയിം തുടങ്ങിയ സിംഗുലർ സബ്ജക്ട്സുകളോടൊപ്പം വാസും ഐ, യു, ദേ, വി തുടങ്ങിയ പ്ലൂറൽ സബ്ജക്ട്സുകളോടൊപ്പം വെയറുമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഹി വാസ് ഹാപ്പി. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ പറയുന്നത് എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹി വാസ് ഹാപ്പി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്ത് ചെയ്താൽ മാത്രം മതി? ഈ ഓക്സിലറി എടുത്ത് ആദ്യം വെക്കുക. ഓക്സിലറി ഇവിടെ ഏതാണ്? വാസ്. വാസ് ഹി ഹാപ്പി? വാസ് ഹി
ഹാപ്പി. അവിടെ എന്ത് കിട്ടി? അവിടെ എന്ത് കിട്ടി? യെസ്, വെരി ഗുഡ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ രൂപപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആക്കാം? ഹി വാസ് ഹാപ്പി എന്നുള്ളത് നെഗറ്റീവിൽ എങ്ങനെയാക്കാം? വെരി ഗുഡ്, ചാറ്റ് ബോക്സിൽ വളരെ വളരെ റെസ്പോണ്ടീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഹി വാസ് നോട്ട് ഹാപ്പി. ഹി വാസ് നോട്ട് ഹാപ്പി. അവർ സന്തോഷവാന്മാരല്ല എന്ന് പറയുമ്പോഴേക്കും ഇവിടെ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറുന്നു. ഇനി ഹി വാസ് നോട്ട് ഹാപ്പി, അവർ സന്തോഷവാന്മാരായിരുന്നില്ല, അവർ സന്തുഷ്ടരായിരുന്നില്ല. അതാണ് ഹി വാസ് നോട്ട് ഹാപ്പി അല്ലെങ്കിൽ ഹി വാസ്ന്റ് ഹാപ്പി. ഇതിനെങ്ങനെ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം? വാസ്ന്റ് ഹി ഹാപ്പി, അവൻ സന്തോഷവാന്മാരായിരുന്നില്ലേ, അവർ സന്തോഷവാന്മാരായിരുന്നില്ലേ. അപ്പൊ ആണ്, ആണോ, അല്ല, അല്ലേ. ഇതാണ് 4 പാറ്റേൺസ് ഇൻ മൈൻപതി യൂസിങ് ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാം. ഇതിപ്പോ നമ്മൾ വാസ് ഉപയോഗിച്ചു. എന്താ? ഹി വന്നാലും ഷീ വന്നാലും ഇറ്റ് വന്നാലും ഇനി ഒരു പേരാണ് എടുത്ത് പറയുകയാണെങ്കിൽ രാജേഷ് വാസ് ഹാപ്പി, രാജേഷ് സന്തോഷവാനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല, പാസ്റ്റിലെ കേസാണ്. ഷീ വാസ് ഹാപ്പി, അവൾ സന്തോഷവതി ആയിരുന്നു, നോട്ട് പ്രസന്റ്, ഇപ്പോഴില്ല, പാസ്റ്റിൽ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, ഇനി എവിടെയായിരിക്കും ഈ വയർ യൂസ് ചെയ്യാം? പറഞ്ഞു. ഐ, യു, ദേ, വി തുടങ്ങിയ പ്ലൂറൽ സബ്ജക്ട്സുകളാണെങ്കിൽ അവിടെ എന്തേ വരുള്ളൂ? വയറേ യൂസ് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, ദേ വയർ ഹാപ്പി, അവർ സന്തുഷ്ടരാണ്. എന്നതിന്റെ നേരെ ഓപ്പോസിറ്റാ, അവർ സന്തോഷവാന്മാരായിരുന്നു. ദേ വെയർ ഹാപ്പി എന്ന് പറയുമ്പോൾ അവർ സന്തോഷവാന്മാരായിരുന്നു. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുമാണ്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുമാണ്. ഇനി ദേ വെയർ നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ അത് നേരെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകുന്നു. ഇനി നമുക്ക് എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം? വളരെ സിമ്പിളാണ്. ഓക്സിലറിയുടെ താന്തിയോടെ, അവിടുത്തെ ഓക്സിലറി ഏതാണ്? വെയർ. സബ്ജക്ട് എന്താണ്? ദേ. വെയർ ദേ ഹാപ്പി, അവർ സന്തോഷവാന്മാരായിരുന്നോ? അവർ സന്തോഷവാന്മാരായിരുന്നോ? അല്ലേ? ഇനി ദേ, ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദേ വയറന്റ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്തായി? അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറി. വെയറിന്റ് ദേ ഹാപ്പി, അവർ സന്തോഷവാന്മാരായിരുന്നില്ല, അവർ സന്തോഷവാന്മാരായിരുന്നില്ല. അപ്പൊ അവിടെ അങ്ങനെയാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വയറിന്റെ ദേ ഹാപ്പി. ഓ, അവർ സന്തോഷവാന്മാരായിരുന്നില്ലേ? അവർ സന്തോഷവാന്മാരായിരുന്നു, അവർ സന്തോഷവാന്മാരായിരുന്നു, അവർ സന്തോഷവാന്മാരായിരുന്നില്ല, അവർ സന്തോഷവാന്മാരായിരുന്നില്ലേ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ പ്രസന്റ് ആയി, പാസ്റ്റ് ആയി. ദെൻ ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരികയാണ്.
ദാറ്റ് ഈസ് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഏതാണ്? ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വിൽ ബി. വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും. ആയിരിക്കും. ഇതാണ് വിൽ ബി. ആയിരിക്കും. അപ്പൊ ആണ്, ആയിരുന്നു, ആകും. ആകും. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കാം. ആകും. അപ്പോ ഈസ്, ആം, ആർ. ആണ്, ആയിരുന്നു, ആകും. ഇതാണ് 3 ഫോർമാറ്റ്. ആണ്, ആയിരുന്നു, ആകും. ഈ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആകും എന്ന കോൺസെപ്റ്റില് നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ബി. വിൽ ബി. ആകുന്നു അഥവാ ആണ് എന്ന് പറഞ്ഞാൽ പ്രസന്റ്. ആയിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. ആകും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ. ഈ ഡിഫറൻസ് മനസ്സിലാക്കുക. വിൽ ബി. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ ഓർ പ്ലൂറൽ, നോ പ്രോബ്ലം. ഓൺലി യൂസ് വിൽ ബി. സബ്ജക്റ്റ് സിംഗുലർ ആയാലും സബ്ജക്റ്റ് പ്ലൂറൽ കാറ്റഗറി ആയാലും ഓൺലി യൂസ് വിൽ ബി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഹി വിൽ ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷവാനാകും. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവൻ സന്തോഷവാനാകും. അതാണ് ഹി വിൽ ബി ഹാപ്പി. അവൻ സന്തോഷവാനാകും എന്ന് പറഞ്ഞാൽ ഇന്നലെയും സന്തോഷവാനല്ല, ഇന്നും സന്തോഷവാനല്ല, പക്ഷെ നാളെ ഫ്യൂച്ചറിൽ അവൻ സന്തോഷവാനാകും. ദാറ്റ് ഈസ് ഹി വിൽ ബി ഹാപ്പി. ഇവിടെയും നമുക്ക് പാറ്റേൺ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കുക? ഇത്രയേ ഉള്ളൂ. വിൽ ഹി ബി, വിൽ ഹി ബി ഹാപ്പി. വിൽ ഹി ബി ഹാപ്പി. അവൻ സന്തോഷവാനാകുമോ? അവൻ സന്തോഷവാനാകുമോ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമുക്ക് രൂപപ്പെടുന്നത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയാം? ഹി വോണ്ട്, വിൽ ബിയുടെ നെഗറ്റീവ് വോണ്ട് ബി. വോണ്ട് ബി ഹാപ്പി. അവൻ സന്തോഷവാനായിരിക്കില്ല. അവൻ സന്തോഷവാനാകില്ല. നാളെയും അവൻ സന്തോഷവാനാകില്ല. അതാണ് ഹി വോണ്ട് ബി ഹാപ്പി. അവൻ സന്തോഷവാനാകില്ല. അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? വോണ്ട് ബി, won't be he happy. On be he on he be happy. On he be happy. അവൻ സന്തോഷവാനാകില്ലേ എന്ന് പറയുമ്പോഴേക്കും അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് രൂപപ്പെടുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിലോ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നോക്കേ, ഹി വിൽ ബി ഹാപ്പി, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. വിൽ ഹി ബി ഹാപ്പി, അവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ. അടുത്ത് ഹി വോണ്ട് ഹി ബി ഹാപ്പി, അവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹി വോണ്ട് ബി ഹാപ്പി, അവൻ സന്തോഷവാനാകില്ല. ഓൺ ഹി ബി ഹാപ്പി, അവൻ സന്തോഷവാനാകില്ലേ. ഇതാണ് 4 പാറ്റേൺസ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ആണ് അഥവാ ആകും, ആയിരുന്നു.
ആണ്, ആയിരുന്നു, ആകും. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.